ഐ ബിക്കെയിം എ സോഷ്യലിസ്റ്റ്. ഹെലൻ കെല്ലർ. ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ സ്കൂൾ ഫോർ സിമ്പതി എന്നുള്ളതിന് പകരമുള്ളതാണ്. ഹെലൻ കെല്ലർ ഒരു അസാധാരണ അമേരിക്കൻ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമാണ്. കാഴ്ചയും ശ്രവണശേഷിയും ഇല്ലാതിരുന്നിട്ടും അതൊക്കെ മറികടന്ന് ധൈര്യത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകമായി അവർ മാറി. അധ്യാപികയായ ആൻ സള്ളിവൻ്റെ സഹായത്തോടെ അവർ ആശയവിനിമയം നടത്താൻ പഠിക്കുകയും പിന്നീട് വികലാംഗരുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ വോട്ടവകാശം, തൊഴിലവകാശങ്ങൾ, സോഷ്യലിസം എന്നിവയ്ക്കായി വാദിക്കുകയും ചെയ്തു. അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും കെല്ലർ തൻ്റെ ആശയങ്ങളിൽ ഉറച്ചുനിന്നു. സോഷ്യലിസത്തിലേക്കുള്ള അവരുടെ യാത്ര, മാധ്യമങ്ങൾക്കെതിരായ പ്രതിരോധം, മുതലാളിത്തത്തോടുള്ള അവരുടെ വിമർശനം എന്നിവ ഈ എസ്സേ രേഖപ്പെടുത്തുന്നു. ഹെലൻ കെല്ലറിന് സോഷ്യലിസം പരിചയമായത് വായനയിലൂടെയാണ്. ആൻ സള്ളിവൻ ശുപാർശ ചെയ്ത H.G. വെൽസിൻ്റെ ന്യൂ വേൾഡ് ഫോർ ഓൾ എന്ന പുസ്തകമാണ് ആദ്യമായി ആ ആശയങ്ങളിലേക്ക് നയിച്ചത്. സള്ളിവൻ സോഷ്യലിസ്റ്റ് ആയിരുന്നില്ലെങ്കിലും ആ പുസ്തകത്തിൽ ഉള്ള ആശയങ്ങൾ കെല്ലറിനെ ആകർഷിച്ചു. പിന്നീട് അവർ കാൾ കോട്സ്കി എഴുതിയ എഫേർട്ട് പ്രോഗ്രാം എന്ന കൃതിയുടെ ബ്രെയിൽ ജർമ്മൻ പതിപ്പും ദി നാഷണൽ സോഷ്യലിസ്റ്റ്, ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് റിവ്യൂ പോലുള്ള സോഷ്യലിസ്റ്റ് മാസികകളും വായിച്ചു. അവരുടെ അധ്യാപികയെയും അടുത്ത സുഹൃത്തുക്കളെയും അനുസരിച്ചാണ് കെല്ലർ ഈ ആശയങ്ങൾ സ്വീകരിച്ചതെന്ന് ചില വിമർശകർ ആരോപിച്ചു. എന്നാൽ കെല്ലർ താൻ വളരെ കഠിനമായ പഠനം നടത്തിയെന്നും മനസ്സിലാക്കിയതൊന്നും മറ്റൊരാളുടെ സ്വാധീനത്തിലൂടെയല്ലെന്നും വിശദീകരിച്ചു. സ്പർശനത്തിലൂടെ വിവരങ്ങൾ കൈപ്പിടിയിലേക്ക് സ്വരങ്ങൾ രൂപത്തിൽ നൽകുമ്പോഴുണ്ടാകുന്ന മനസ്സന്വേഷണത്തിലൂടെയായിരുന്നു അവരുടെ പഠനം. ദി കോമൺ കോസ് എന്ന പത്രം പിന്നീട് ലൈവ് ഇഷ്യൂയിൽ പുനഃപ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ജോണും ആൻമേസിയും അവളെ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ സ്വാധീനിച്ചതായി തെറ്റായ കുറ്റപ്പെടുത്തൽ നടത്തി. ജോൺ ഒരു സോഷ്യലിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിച്ചില്ലെന്നും ആൻ സള്ളിവൻ ഒരു സോഷ്യലിസ്റ്റ് അല്ലെന്നും കെല്ലർ പ്രതികരിച്ചു. ഇത്തരമൊരു ആരോപണം സോഷ്യലിസത്തെ തകർക്കാനുള്ള ക്യാപിറ്റലിസ്റ്റ് മാധ്യമങ്ങളുടെ ശ്രമമാണെന്ന് അവൾ പറഞ്ഞു. ദി നിക്കർബോർഡ് പ്രസ് എന്ന പത്രം ന്യൂയോർക്കിലെ ഷെനക്ടഡി എന്ന സ്ഥലത്തെ സോഷ്യലിസ്റ്റുകൾ കെല്ലറെ ഉപയോഗിക്കുന്നു എന്ന വ്യാജവാദം ഉന്നയിച്ചു. അവർക്ക് ബോർഡ് ഓഫ് പബ്ലിക് വെൽഫെയറിലെ സ്ഥാനമാനസികമായി നൽകിയതായും അവകാശപ്പെട്ടു. എന്നാൽ മേയർ ലുൻ ആണ് ഈ നിർദ്ദേശം മുൻകൂട്ടി നൽകിയതെന്നും ക്യാപിറ്റലിസ്റ്റ് മാധ്യമങ്ങളാണ് അതിനെ അധികം പ്രചാരത്തിലാക്കി അർത്ഥമാക്കി മാറ്റിയതെന്നും കെല്ലർ പറഞ്ഞു. ദി ന്യൂയോർക്ക് ടൈംസ് കെല്ലറോട് ഒരു ലേഖനം ആവശ്യപ്പെട്ടതിൻ്റെ പിന്നാലെ ദി കോൺടെംപ്റ്റിബിൾ റെഡ് ഫ്ലാഗ് എന്ന ആമുഖലേഖനം പ്രസിദ്ധീകരിച്ചു. അതിൽ സോഷ്യലിസത്തെ കുറ്റപ്പെടുത്തി. കെല്ലർ അതിന് കനത്ത പ്രതികരണം നൽകി. കാഴ്ചക്കുരുത്തുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കാത്തതിനാൽ ഇവ പത്രങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ സമ്പത്ത് സംരക്ഷിക്കുന്ന ക്യാപിറ്റലിസത്തിനെതിരെ പോകുന്ന സോഷ്യലിസത്തെ അവർ പ്രതിനിരീക്ഷിക്കുന്നു എന്ന് റെസ്പോണ്ട് ചെയ്തു. ബോസ്റ്റൺ ട്രാൻസ്ക്രിപ്റ്റ് അവരുടെ വീക്ഷണങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചു. ബ്രൂക്ലിൻ ഈഗിൾ അവരുടെ വൈകല്യങ്ങളെ പരിഹസിച്ചു. അവർ അവരുടെ വിധിന്യായത്തെ പിഴവുള്ളതാക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. കാൾ മാർക്സും വില്യം മോറിസും ബധിരരും അന്ധരുമാണോ എന്ന് ചോദിച്ചുകൊണ്ട് കെല്ലർ പരിഹാസത്തോടെ ഇതിന് പ്രതികരിച്ചു. പിന്നോക്കം നിൽക്കുന്നവരെ പരിപാലിക്കുന്നതായി നടിക്കുമ്പോൾ തന്നെ അനീതിയെ പ്രതിരോധിക്കുകയാണെന്ന് പത്രം ആരോപിച്ചു. മുതലാളിത്തം ദാരിദ്ര്യത്തിന് മാത്രമല്ല, മോശം തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുള്ള അന്ധത പോലുള്ള വൈകല്യങ്ങൾക്കും കാരണമായതായി കെല്ലർ വിശ്വസിച്ചു. മുതലാളിത്ത മാധ്യമങ്ങൾ വ്യാവസായിക അന്ധതയും സാമൂഹിക ബധിരതയും ഉണ്ടാക്കുന്നുവെന്ന് അവർ പ്രശസ്തമായി ആരോപിച്ചു. നിരന്തരമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടും കെല്ലർ തൻ്റെ സോഷ്യലിസ്റ്റ് വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്നു. വികലാംഗർക്കും ദരിദ്രർക്കും തൊഴിലാളി വർഗത്തിനും നീതി, സമത്വം, അന്തസ്സ് എന്നിവയിലേക്കുള്ള ഒരു പാതയായിട്ടാണ് അവർ സോഷ്യലിസത്തെ കണ്ടത്. അവരുടെ മൂർച്ചയുള്ള യുക്തി, സ്വതന്ത്ര ചിന്ത, അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടിയുള്ള നിർഭയമായ വാദഗതി എന്നിവ ഇന്നും നീതിക്കും സമത്വത്തിനും വേണ്ടി പോരാടുന്നവരെ പ്രചോദിപ്പിക്കുന്നു.